ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അശ്വിനെ കാണുകയാണ് കേട്ടോ. അശ്വിനെ കണ്ടപാടെ ശ്രുതി അങ്ങ് അമ്പലത്തിലേക്ക് തന്നെ കയറുകയാണ്. എന്നിട്ട് ഓടി ഒളിക്കുന്നുണ്ടേ. അശ്വിനാണെങ്കിൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തെരഞ്ഞിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അശ്വിൻ സാർ എന്നെ ഇവിടെ വെച്ച് കണ്ടാൽ വഴക്ക് കേൾക്കും, അതുറപ്പാ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ ശ്രുതി ഇങ്ങനെ ഓരോ സ്ഥലത്ത് പ്രാർത്ഥിക്കുമ്പോഴും അശ്വിൻ കാണാതെ ഇങ്ങനെ ഒളിഞ്ഞൊളിഞ്ഞാണ് കേട്ടോ നടക്കുന്നത്. അവസാനം നമ്മുടെ അശ്വിൻ്റെ കയ്യിൽ പെടുകയാണ് കേട്ടോ ശ്രുതിയെ കണ്ടപാടെ കൈ അങ്ങ് പിടിച്ച് വലിച്ചു കൊണ്ടുപോവാണ് കേട്ടോ. ശ്രുതി, നീ എന്താ ഇവിടെ? ആളുകൾ അമ്പലത്തിൽ വരുന്നത് എന്തിനാ? സാറിന് അറിയില്ലേ? നീ വേഗം എൻ്റെ വണ്ടിയിൽ കയറ്. ഇല്ല സാർ, ഞാൻ വരുന്നില്ല. നിന്നോട് മര്യാദയ്ക്ക് വണ്ടിയിൽ കയറാനാ പറഞ്ഞത് ശ്രുതി. അപ്പോഴേക്കും അവിടേക്ക് ഒരാൾ വരുന്നുണ്ട്. എന്താ ഇവിടെ ഒരു പ്രശ്നം? എന്തിനാ നിങ്ങൾ ഈ കുട്ടിയെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? അപ്പോഴേക്കും അശ്വിൻ അങ്ങ് ചൂടാവും കേട്ടോ. ഇത് ഞങ്ങളുടെ പേഴ്സണൽ മാറ്ററാ. ശ്രുതി, നിന്നോടാ പറഞ്ഞത് യു ജസ്റ്റ് കം വിത്ത് മീ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഒരു സീൻ ക്രിയേറ്റ് ചെയ്യരുത്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. എന്നെ നിർബന്ധിക്കണ്ട, ഞാൻ വരില്ല. നീ വരില്ലല്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് നിങ്ങളോടൊപ്പം വരാൻ പറ്റില്ല. ശ്രുതി, നീ ഡ്രാമ മതിയാക്ക്. നിന്നോട് വരാനാ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, സാർ നിങ്ങളെന്താ ഇങ്ങനെ? നിങ്ങളോടൊപ്പം വരാൻ താല്പര്യമില്ലെന്ന് ഈ കുട്ടി പറഞ്ഞല്ലോ. നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇത് ഞങ്ങളെ പേഴ്സണൽ മാറ്ററാണ്. ഇതെൻ്റെ ഭാര്യയാണ്. ശ്രുതി, നീ വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? എന്നെ ബലം പ്രയോഗിച്ചെടുത്തോണ്ട് പോവോ? വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും. കാണണോ നിനക്ക് എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പൊക്കിക്കൊണ്ട് പോവാട്ടോ. അവിടെ കണ്ടു നിന്നവരൊക്കെ അന്താളിച്ച് പോവാട്ടോ. അങ്ങനെ അശ്വിൻ കാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുകയാണേ. എന്നിട്ട് അശ്വിൻ കാറിൽ കയറുകയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശ്രുതിയും കയറുന്നത്. അതിനുശേഷം നമ്മുടെ ആകാശ്, പ്രീതി എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. എന്നിട്ട് അശോകനോട് ആകാശ് പറയുന്നുണ്ട്, ശ്രുതിയെക്കുറിച്ച് ആരും വിഷമിക്കണ്ട. എൻ്റെ വീട്ടിലെ എല്ലാവരും അവളെ അംഗീകരിക്കും. അത് ഞാൻ തരുന്ന വാക്കാ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പ്രമീള 2 കവർ എടുത്തിട്ട് ആകാശിന് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്താ അമ്മേ? ഇതൊക്കെ ഒരു ചടങ്ങല്ലേ? നീ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതിനുള്ള ഒരു സമ്മാനമായിട്ട് കണ്ടാൽ മതി. അങ്ങനെ അവർ പോകുന്ന സമയത്ത് പ്രമീള പിന്നാലെ പോകുന്നുണ്ട്. ആ മോളെ അംഗീകരിച്ചില്ലെങ്കിലും നിങ്ങളുടെ 2 പേരുടെയും കല്യാണം കഴിഞ്ഞത് ഇന്നാ. ശ്രുതിയുടെ വിരുന്നു ഇന്നുണ്ടാവേണ്ടതല്ലേ? അവൾക്കും കൂടിയുള്ള ഡ്രസ്സ് ഇതിലുണ്ട്. നീ കൊടുത്താൽ മതി. ഞങ്ങളിപ്പോഴും പിണക്കത്തിലാന്ന് അവൾ കരുതിക്കോട്ടെ. അപ്പോഴേക്കും നമ്മുടെ അമ്മായും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ്. പ്രമീളയെടുത്തി പറഞ്ഞത് ശരിയാണ്. അവൾ കുറച്ച് ഡ്രസ്സുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാനിത് സ്വീകരിച്ചാൽ അവൾ വിചാരിക്കും അവളോടുള്ള പിണക്കൊക്കെ മാറിയെന്ന്. അതേതായാലും വേണ്ട, നീ പോകുമ്പോൾ ഇതുകൂടി കൊണ്ടുപോയിക്കോ എന്ന് പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, അത് വേണോ അമ്മായി? വേണം. കാര്യങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോട്ടെ, എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വരുവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടേ. ആ ഡ്രസ്സ് കൂടി മേടിച്ചിട്ട് ആകാശും പ്രീതിയും പോവുകയാണേ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആണ്. ഒരു ഗിഫ്റ്റുമായിട്ട് വരുന്നുണ്ട്. ഇത് ശ്രുതിക്ക് വെഡ്ഡിങ് ഗിഫ്റ്റായിട്ട് കൊടുക്കണം. ശ്രുതിയുടെ മുഖം സർപ്രൈസ് ആയിരിക്കുന്നത് എൻ്റെ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യണം. വാവ്, എന്ത് രസമായിരിക്കും. ഈ കൊറിയർ കവർ മാറ്റിയിട്ട് ഗിഫ്റ്റ് പേപ്പറിൽ പൊതിയണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊറിയർ കവർ അഴിക്കുന്ന സമയത്ത് നമ്മുടെ മനോരമ അങ്ങ് വരിക കേട്ടോ. എന്നിട്ട് ഒളിഞ്ഞു നിന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട്, എന്തോ ഈ ചെറുക്കൻ ഓൺലൈനിൽ നിന്ന് വരുത്തിച്ചിട്ടുണ്ട്. വല്ല പെർഫ്യൂമോ കോസ്മെറ്റിക്സോ ആണെങ്കിൽ അതങ്ങ് അടിച്ചു മാറ്റണം എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, അവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന്. എന്നിട്ട് പെട്ടെന്ന് അങ്ങ് NKയുടെ അടുത്തേക്ക് പോവാണ്. NK ബേബി, എന്താ ഇത്? മേക്കപ്പ് ബോക്സോ? അതെ ആൻറ്റി, ഇത് ഞാനൊരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാ. ഗിഫ്റ്റ് തരാൻ മാത്രം നമ്മൾ തമ്മിൽ എന്ത് ഫോർമാലിറ്റീസാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ അവിടെ ഇരിക്കുകയാണേ. എന്നാലും നീ ഇത്ര പെട്ടെന്ന് എനിക്ക് ഗിഫ്റ്റ് തരുമെന്ന് വിചാരിച്ചില്ല. അടുത്ത മാസം എൻ്റെ ബർത്ത്ഡേ അല്ലേ? അപ്പോഴേക്കും എനിക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റ് നീ ഓർഡർ ചെയ്തു. അയ്യോ ആൻറ്റി, ഇത് ശ്രുതി. ഓ, ശ്രുതിയാണോ നിന്നോട് എൻ്റെ ബർത്ത്ഡേ കുറിച്ച് പറഞ്ഞത്? എന്തായാലും അവളെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഗുണം ഉണ്ടായല്ലോ. എനിക്ക് മേക്കപ്പ് കിറ്റ് കണ്ടപ്പോൾ തന്നെ എൻ്റെ ദേഹമാസകലം കുളിര് പോരുക. നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഷോപ്പിങ്ങിലാട്ടോ നമ്മുടെ മനോരമ. എന്തായാലും താങ്ക് യു ബേബി. അല്ല ആൻറ്റി, ആക്ച്വലി നീ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു അല്ലേ? അത് കുഴപ്പമില്ല NK ബേബി. നിന്റെ അച്ഛനെ പോലെ തന്നെ പെണ്ണുങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നെ കഴിഞ്ഞേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് മോഹനൻ അങ്ങോട്ടേക്ക് വരികയാണേ. എന്താ ഇവിടെ? ലുക്ക് മോഹനേട്ടാ, ഈ വില കൂടിയ ഗിഫ്റ്റ് എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റായിട്ട് തന്നതാ ആണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്ന് പറയണേ. ഇവൻ ഗിഫ്റ്റ് തരാൻ മാത്രം നിനക്കിപ്പോൾ എന്താ വിശേഷമുള്ളത്? അയ്യോ, അടുത്ത മാസം എൻ്റെ ബർത്ത്ഡേ അല്ലേ? അടുത്ത മാസമോ?
നിന്റെ ബർത്ത്ഡേ അല്ല ഇന്നാൾ കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് മനോരമയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാട്ടോ. നോ ബേബി നോ. എന്താ മോഹനേട്ടാ ഇത്? എൻ്റെ ബർത്ത്ഡേ കമ്മിങ് ആണ്, ഗോയിങ് അല്ല. ഇനിയിപ്പോൾ കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഇവൻ എനിക്ക് ഗിഫ്റ്റ് വാങ്ങി തന്നില്ലേ. എന്ത് മനസ്സാ എൻ്റെ കുട്ടിയുടെ അല്ലേ മോഹനേട്ടാ? മോഹനേട്ടാ ഇവനെ നമുക്കങ്ങ് ദത്തെടുത്താലോ? അത് എനിക്കൊക്കെ ഒരു ഭാരാവില്ലേ മനോരമേ? ഭാരോ? എൻ്റെ മോൻ പോലും എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങി തന്നിട്ടില്ല. എന്നിട്ട് NK ബേബി കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയുന്നുണ്ടേ. ഞാനിവനെ എന്തായാലും ദത്തെടുക്കും. അത്രയ്ക്ക് ഇവൻ സഹായവും സമ്മാനങ്ങളും നമുക്ക് പറയാതെ തന്നെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഞാനൊന്ന് ഈ മേക്കപ്പ് കിറ്റ് നോക്കിക്കോട്ടെ. ഓ എന്നാൽ പിന്നെ ഞാൻ അങ്ങ് പോക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മനോരമ അങ്ങ് പോവാണ്. അങ്ങനെ മനോരമ പോയി കഴിഞ്ഞതിന് ശേഷം മോഹനൻ ചോദിക്കുന്നുണ്ട്, അല്ല എനിക്ക് ഇത് ശരിക്കും അവൾക്ക് വേണ്ടി വാങ്ങിയതാണോ? അല്ല അങ്കിൾ, ഞാൻ ശ്രുതിക്ക് വെഡ്ഡിങ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാ. ആൻറ്റി തെറ്റിദ്ധാരണയുടെ പുറത്ത് എടുത്തോണ്ട് പോയി എന്ന് പറയുമ്പോഴേക്കും മോഹനൻ പറയുന്നുണ്ട്, അത് തെറ്റിദ്ധാരണ ആയിരുന്നില്ല, അവളുടെ ശരിക്കത്തെ ധാരണ തന്നെയായിരുന്നു. ആൻറ്റിയോട് ഞാൻ പറഞ്ഞ് അത് ശ്രുതിക്ക് വേണ്ടി വാങ്ങിയതാ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടുവന്നാലോ? ഓ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല, അവളത് തരില്ല എന്ന് പറയട്ടെ മോഹനൻ. ഇനി തനിക്ക് ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതെന്താ അങ്കിൾ? ആ ഗിഫ്റ്റിൻ്റെ കാര്യം അങ്ങ് മറന്നു കളാന്ന് പറഞ്ഞിട്ട് മോഹനൻ അങ്ങ് എണീറ്റ് പോവാണ് കേട്ടോ. മറന്നു കളാ. അയ്യോ ഇനി ഞാൻ ശ്രുതിക്കുട്ടിയോട് എന്ത് പറയും എന്ന് പറഞ്ഞിട്ട് ആ കൊറിയർ കവറൊക്കെ ചുരുട്ടിക്കുട്ടി എറിയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അശ്വിനെയും ശ്രുതിയാണ് വണ്ടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണേ. നിങ്ങളോട് ഇത് എത്ര തവണ പറയണം? വണ്ടി നിർത്ത്, എനിക്കിറങ്ങണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചാടും എന്ന് പറഞ്ഞിട്ട് ആ സീറ്റ് ബെൽറ്റ് ഒക്കെ അഴിക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടോ ശ്രുതി. അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ വണ്ടി അങ്ങ് ലോക്ക് ഇടുകയാണേ. നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഷട്ടപ്പ്. വീടെത്തുന്നവരെ നിന്റെ വായിൽ നിന്നും ഒരക്ഷരം വീണോ വരുത്. മിണ്ടിയാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും അശ്വിൻ കൊല്ലാൻ വരുന്ന ഭാവത്തിൽ വരികയാണേ. എന്നിട്ട് ആ സീറ്റ് ബെൽറ്റ് ശരിയാക്കി കൊടുക്കുകയാണ്. അങ്ങനെ അശ്വിൻ്റെ വീട്ടിലെത്തുമ്പോൾ അശ്വിൻ കാറിൽ നിന്ന് ഇറങ്ങിപ്പോവും. ശ്രുതി അവിടെ തന്നെ ഇരിക്കുകയാണേ. അങ്ങനെ ഡോറിൻ്റെ അവിടെ എത്തുമ്പോൾ അശ്വിൻ തിരിഞ്ഞു നോക്കുകയാണ്. ആ സമയത്ത് ശ്രുതി ഇറങ്ങി വരുന്നുണ്ട്. അശ്വിൻ ഇങ്ങനെ മുഖത്തേക്ക് നോക്കുന്നത് കണ്ടിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്ത് വേണം? ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ടെന്ന്? നിങ്ങൾ എന്നോട് വണ്ടിയിൽ നിന്ന് ഒരക്ഷരം സംസാരിക്കരുതെന്ന് പറഞ്ഞു. ഇപ്പോൾ വീടെത്തിയല്ലോ, എനിക്കിപ്പോൾ സംസാരിക്കാലോ. നീ സംസാരിക്കുകയോ സംസാരിക്കാതിരിക്കുകയോ ചെയ്യാം, നിന്റെ താല്പര്യം. ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. ഇവിടെ എല്ലാവരുടെയും മുൻപേ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. അത് മറന്ന് നീ പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്യരുത്, മനസ്സിലായോ? അപ്പോഴേക്കും ശ്രുതി അപ്പുറത്തേക്ക് പോവാണ്. അപ്പോഴേക്കും അശ്വൻ ഓടിച്ചെന്ന് ശ്രുതിയുടെ കൈ പിടിക്കുകയാണേ. വിട്, നിന്റെ കൈ പിടിക്കാനുള്ള കൊതി കൊണ്ടൊന്നല്ല, എൻ്റെ അഞ്ജലി ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ എനിക്ക് അവരെ വിഷമിപ്പിക്കാൻ വയ്യ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനൊക്കെ തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കൈ അങ്ങ് പിടിക്കുകയാണേ. വരൂ എന്നൊക്കെയാണ് കേട്ടോ അശ്വിൻ പറയുന്നത് ശ്രുതിയോട്. അപ്പോൾ കൂടെ ചെന്നിട്ട് ശ്രുതിയും ആ കൈയൊക്കെ പിടിക്കുന്നുണ്ട്. അതിനുശേഷം കോളിംഗ് ബെൽ അടിക്കുമ്പോഴേക്കും മനോരമയാണ് കേട്ടോ വരുന്നത്. ആരോ വന്നല്ലോ, യെസ് കമ്മിങ് എന്ന് പറയുമ്പോഴും അശ്വിനെ കാണാഞ്ഞിട്ട് മനോരമ അങ്ങോട്ടേക്ക്